ഷർട്ട് വാങ്ങിക്കാൻ എത്ര മിനിറ്റ് വേണം? നിങ്ങൾക്ക് സാരി വാങ്ങിക്കാൻ എത്ര ദിവസം വേണം? മാറ്റും. എന്റെ വൈഫ് ഉണ്ടല്ലോ, ആദ്യത്തെ കടയിൽ കയറിയിട്ട് കംപ്ലീറ്റ് വലിച്ചിട്ടിട്ട് പറയും അടുത്ത കടയിൽ പോവാം. എന്നിട്ട് അവിടെ മൊത്തം വലിച്ചിട്ട് പറയും അടുത്ത കടയിൽ പോവാം. മൂന്നാമത്തെ വലിച്ചിട്ട് പറയും ആദ്യത്തെ തന്നെ പോവാം. ഇന്നലെ പറഞ്ഞു തോന്നുന്നു അല്ലേ, ആദ്യത്തെ കടയിൽ തന്നെ പോവാ. നിങ്ങൾ അങ്ങനെയല്ലേ? അപ്പൊ ആദ്യത്തെ കടയിൽ നിന്ന് ഇറങ്ങുമ്പോ ഇപ്പൊ എനിക്കറിയാം. അപ്പൊ ഞാൻ സെയിൽസ്മാനോട് പറയുന്നത് ഇപ്പൊ വരൂ കേട്ടാ, റബ്ബർ ബന്ധു ചുമരിലടിച്ച പോലെ വരും, പേടിക്കണ്ട. അതായത് ഒരെണ്ണം കണ്ടുവച്ചിട്ടുണ്ടാവും, അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി വേറെ കുറെ കാരണം. ഭയങ്കര പ്രശ്നമായി ഡിസിഷൻ മേക്കിംഗ്. ഇപ്പോ എന്റെ കസിൻ കുട്ടിയുണ്ട്, അവൾക്ക് പെണ്ണ് കാണാൻ വന്നിട്ട് 3 ആളെ ഇഷ്ടപ്പെട്ടു. പറഞ്ഞു നിങ്ങളടുത്ത് 3 പേര്, ഒരാഴ്ചയിൽ 3 പേര് വന്നു, അവൾക്ക് 3 ആളെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങളിങ്ങനെ ഇരുന്ന് ചോദിക്കാം, മോളെ ഏത് കെട്ടണം, ആരെ കെട്ടണം പറ. അപ്പൊ അവള് പറയാം 3 ആളെ കെട്ടണം. അതൊക്കെ നിന്റെ ആഗ്രഹമാണ്, പക്ഷെ നടക്കില്ല. ആഗ്രഹിച്ചില്ലേ ഒരാളെ അല്ലേ? കോഴ്സ് സെലക്ട് ചെയ്യുമ്പോ നമ്മള് അവള് മറക്കിട്ടതാന്ന് തോന്നുന്നത് അറിയില്ല. കാരണം നമ്മളെപ്പോ എന്ത് ചെയ്യുന്നറിയോ, തീരുമാനമെടുക്കാൻ മടിക്കുന്നത് ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് പ്രശ്നമായാലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ സഹിക്കാൻ തയ്യാറായാലും നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഒരു നഷ്ടം വേണ്ടി വരും. പക്ഷെ നമ്മൾ ഇനി പ്രാക്ടീസ് ചെയ്യേണ്ടെന്ന് പറയുക, ബി എ പേഴ്സൺ ഓഫ് ഡിസിഷൻ. നീ വരില്ലേ നാളെ? അത് പിന്നെ എല്ലാരും വരുന്നുണ്ടെങ്കിൽ ഞാനും വരാം. എന്തിനാ? ഇൻഷാ അല്ലാഹ് ഞാൻ വരില്ല. അപ്പൊ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കിട്ടും. ചിലർക്ക് എല്ലാത്തിനും കൺഫ്യൂഷന്. ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറിയിട്ട് എന്താ കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ടേബിളിലേക്ക് നോക്കും. എന്നിട്ട് ബിരിയാണി ഓർഡർ ചെയ്യും, അത് കഴിഞ്ഞിട്ട് ചോറ് പോകും, എന്നാ ചോറ് മതിയായിരുന്നു. അൽഫാം ഓർഡർ ചെയ്തിട്ട് അപ്പണ്ട് മന്തി പോകും, അത് മതിയായിരുന്നു. ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ മറ്റേത് ഏത് പോയാലും നമ്മൾ പറയാം അത് മതിയായിരുന്നു. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? മോൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഡിസിഷൻ മേക്കിംഗ് ഒരു പ്രശ്നമാണ്. ചോയ്സ് ഉള്ളത് കൊണ്ടാണ് പ്രശ്നം. നമുക്ക് എപ്പോഴാണ് ഏറ്റവും നന്നായി ഡിസിഷൻ എടുക്കാൻ പറ്റുക? സമയമില്ലാണ്ടിരിക്കുമ്പോ. അതുകൊണ്ടാണ് നമ്മൾ മിക്കവാറും സംഘങ്ങൾ അവസാനത്തേക്ക് വെക്കും. ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് ഓർമ്മയില്ല ഏത് ബാച്ചിലാ പറഞ്ഞത്. ഇപ്പൊ ടൂറ് പോകേണ്ട കാര്യം ഇന്നലെ പറഞ്ഞു, ടൂറ് പോകേണ്ട ഇല്ല. ഇപ്പൊ നമ്മളിന്ന് ടൂറ് പോകാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കുക. ഇയാളുടെ പേരെന്താ? ഹലയുടെ വീട്ടിലെത്തി. ഹല ഒന്നും വന്നിട്ടില്ല. അപ്പൊ നമ്മളെല്ലാരും കൂടി വണ്ടി കയറിയിട്ട് ടൂറിന് പോവാണെന്ന് വിചാരിക്കുക. നമ്മൾ ഇന്നലെ പറഞ്ഞില്ല സംഗതി, ടൂറ് പോവാണ്. 3 ദിവസത്തെ ടൂറ് മൂന്നാറില്. ഹല വന്നിട്ടില്ല, ഹല അറിഞ്ഞിട്ടില്ല. എല്ലാവരും കൂടി നമ്മളിന്ന് രാവിലെ ഡ്രസ്സൊക്കെ എടുത്ത് വന്നതാ, ഇന്നലെ തീരുമാനിച്ചതാ. അപ്പോൾ നമ്മൾ ബസ് എടുത്തു, ഇന്നലെ പോകുന്നു. ഇവിടുത്തെ പ്രിൻസിപ്പൾ എല്ലാവരും കൂടി ഹലയുടെ വീട്ടിലെത്തുന്നു. ഹലയുടെ വീട്ടിൽ വണ്ടി ബസ് നിർത്തുന്നു, ഇറങ്ങി ചെല്ലുന്നു. ഹല ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നു, ഇതെന്തോടെ? അപ്പൊ ഹലയുടെ പല വീട്ടുകാരോടൊക്കെ പറയുന്നു അത് ടൂറാണ്. ഇപ്പോഴാണ് തീരുമാനിച്ചത്, ഇന്നലെ തീരുമാനിച്ചത് രാവിലെ വന്നു. പക്ഷെ ഹലയോട് പറയാൻ പറ്റിയില്ല, ഫോൺ വിളിച്ച് കിട്ടിയില്ല. അപ്പൊ അവരൊക്കെ സമ്മതിച്ചു, ഓക്കെ എന്നാ പോവാം, പ്രശ്നമില്ല. അപ്പൊ ഹലയോട് പ്രിൻസിപ്പൾ പറയുന്നു, ഹല 3 ദിവസത്തേക്കുള്ള ഡ്രസ്സ് എടുത്തിട്ട് 15 മിനിറ്റിൻ്റെ ഉള്ളിൽ വണ്ടി കയറണം എന്ന് പറഞ്ഞാൽ, ഞാൻ പറയട്ടെ 12 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒക്കെ നിറച്ച് വണ്ടി ഇങ്ങനെ കുലുങ്ങുന്നത് കാണാം. അതെന്താ കുലുങ്ങുന്നത്? ഹല കയറിയതാ. പെട്ടെന്ന് കയറും. ഇനി ഇമാജിൻ എ ഡിഫറെന്റ് സിറ്റുവേഷൻ. ഇതേപോലത്തെ ടൂർ തന്നെ എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് ഒരുങ്ങാൻ. നമ്മൾ എന്ന് പോയിട്ട് ഞാൻ പറയും 2 ദിവസവും നമ്മളിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും, കൺഫ്യൂഷൻ കിട്ടും. ഇത് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റുമ്പോ അത് മാറ്റാനായിട്ട് പിന്നെ പറഞ്ഞത് ബീച്ചിൽ പോകുമ്പോ അത് പ്രശ്നം. ആ ചെരുപ്പ് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, ഇത് പിന്നെ മാറ്റിയതൊക്കെ അവിടെ പോയത് ആകെ പ്രശ്നമായിരിക്കും. നേരെ മറിച്ച് 15 മിനിറ്റേ ഉള്ളൂ, പിന്നെ ഒരു കുഴപ്പമില്ല. കണ്ടതൊക്കെ വലിച്ചിട്ടുണ്ട്, കുത്തിയൊന്ന് നിറച്ചിട്ട് കയറുന്നുണ്ട്. ഒക്കെ പരിപാടിയൊക്കെ നടക്കൂലേ? അത് നടക്കണം. അത് ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ പലപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ തീരുമാനം എടുക്കാതെ വെച്ചിട്ട് ഈ സമയത്തിന്റെ സമ്മർദ്ദം മൂലം നമ്മൾ തീരുമാനം എടുത്ത് പോകും. ശരിക്ക് നല്ല തീരുമാനം എടുക്കുക. നിങ്ങളുടെ കോഴ്സ് ഇതിന് കൺഫ്യൂഷൻ ഇവിടെ ഇരുന്നിട്ട് ഇനി പാടില്ല. ഇനിയും പറയണു ഇതായിരുന്നു ഞാൻ എടുക്കേണ്ടത്. മോള് ബി ആർക്കിന് പോയപ്പോഴും അതുപോലെ ഇയാള്
ആർട്സ് കോളേജിൽ പോയപ്പോൾ ഈ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ലേ? അവിടെ ചെന്നിട്ട് ഞാൻ ഇതിന് തന്നെയായിരുന്നു വരേണ്ടിയിരുന്നത്, ഇങ്ങനെ എമാർ അത്തനേഷ്യസ് കോളേജിൽ ഞാൻ ഇൻഡക്ഷൻ പ്രോഗ്രാം, ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമിലാണ് പൊതുവെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളെ കാണാം. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോളേജിലെ തുടക്കം. ഇതൊരു ഇൻഡക്ഷൻ പ്രോഗ്രാമാണ്, നമ്മൾ കുറച്ച് സമയം വൈകിയെങ്കിലും. അപ്പോൾ എമാർ അത്തനേഷ്യസിൽ കഴിഞ്ഞ വർഷം അതുപോലെ എല്ലാവരും ചിരിക്കുന്നു, സന്തോഷിക്കുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഒരുത്തൻ മാത്രം ഞാൻ എന്ത് പറഞ്ഞാലും ഒരു സർ എന്നിട്ടൊന്നും അദ്ദേഹം കൊടുത്ത വലിയതാണ്. സിറ്റ് ഡൗൺ. ഗുഡ് മോർണിംഗ് സാർ. ആരാണ്? കണ്ടിട്ട് നല്ല ലുക്ക് ഉണ്ടല്ലോ. ഇതാ സാറേ, ഇതാ കസേര എടുത്തു. ബ്രേക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. സാർ ഇരിക്കേ. ഇത് സാറിനെ കൊണ്ടെടുത്തു, എനിക്ക് പറ്റാണ്ടാണ്. ഇദ്ദേഹം മുസ്തഫ സാർ. ഈ സെന്ററിന്റെയും കോഴിക്കോട് സെന്ററിന്റെ ഒക്കെ ചുമതലയുണ്ട് അല്ലേ? പിന്നെ സാർ ഒന്ന് പറഞ്ഞു നോക്കി, കുട്ടികൾക്ക് പരിചയമല്ല. അതൊരു ഭീഷണിയാണ്. ഒരു ഭീഷണി. You can take time to take decision, but once you have taken the decision, be with the decision. അപ്പൊ ഞാൻ പറഞ്ഞെന്താ, മാറത്ത നിശ്വസില് എല്ലാവരും സന്തോഷിക്കുന്നു. ഇവ മാത്രം ഞാൻ എന്ത് പറയാണ്? അപ്പൊ വെച്ച് മോനെ എന്ത് പറ്റി? അപ്പൊ അവൻ പറയാം, ഞാനിവിടെ ഇരിക്കേണ്ട ആളല്ല സാറ്. അപ്പൊ വെച്ച് പിന്നെ എവിടെ ഇരിക്കേണ്ട? ഞാൻ ടോക്കച്ച് കോളേജിൽ ഇരിക്കേണ്ട ആളാ. അപ്പൊ നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? അവിടെ കിട്ടിയില്ല. ഓക്കെ. അപ്പോ അവൻ പറയാം, ഞാനിവിടെ എത്തിയിട്ടില്ല. അതാണ് അവനിവിടെ എത്തിയിട്ടില്ല മനസ്സുകൊണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ എന്താണ് നീ ചിരിക്കാത്തത്, എന്താണ് നീ ഇൻവോൾവ് ചെയ്യാത്തത്? അപ്പൊ അവൻ പറ, ചിരിച്ചാൽ ഇവിടെ എത്തിയാലോ. മനസ്സിലാവുന്നുണ്ടോ? ഹി ഹാസന്റ് ടേക്കൻ ദ ഡിസിഷൻ, ഹി ഹാസ് സ്റ്റിൽ കൺഫ്യൂസ്ഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു പ്രശ്നം ബയാസ്ഡ് എന്ന് അതിന് പറയാം. നമ്മൾ സാങ്കതി ഉണ്ടാക്കി വെച്ചിട്ട് അതിനുള്ള തെളിവുകളെ തപ്പ് ചെയ്യാം. ഈ കോളേജ് പോരാ എന്ന് നമ്മൾ ഉള്ളിലുണ്ടെന്ന് വിചാരിക്കാം. പിന്നെ കോളേജിനെ കുറിച്ചുള്ള കുറ്റം മാത്രമേ തപ്പുള്ളൂ നമ്മൾ, അല്ലേ? ഹോസ്റ്റലമ്പ പ്രേതമുണ്ട് എന്ന് വെറുതെ ചിന്തിച്ചാ നമുക്ക് തൊട്ടടുത്ത് കിടക്കുന്ന സാധനം പോലും പ്രേതമായിട്ട് തോന്നുന്നില്ലേ? ഞാൻ സ്വപ്നം കണ്ടതല്ലേ ഇന്നലെ. വിശ്വാസ കാണാനേ ഓർമ്മയുണ്ട് രാവിലെ പറഞ്ഞത്. അതിന്റെ സൗണ്ടും എന്റെ ഭാഗ്യത്തിന് ഞാൻ ജീവനോട് ഇരിക്കുന്നത്.